ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു ഫ്രഷ് ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഈ കണ്ടന്റ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അജ്മലാണ്. അതെ, ജോലി തിരക്കിലും ആള് നമ്മളോട് കാണിച്ച ആ സ്നേഹത്തിന് നമ്മൾ നന്ദി പറയുന്നു. ഇതൊക്കെ എന്ത്? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞ സിനിമ പേര് ഇതാക്കുന്നതാണെന്ന്. അപ്പം അവനാണ് നമുക്ക് വേണ്ടി ഫുള്ള് സിനിമ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്, ഏത് സിനിമയിലെ ഏത് പോർഷൻ പ്ലേ ചെയ്യണം. അപ്പം ഇവള് പ്ലേ ചെയ്യുന്നത് ഞാനും കണ്ടുപിടിക്കണം. ഞങ്ങൾ അപ്പോൾ തിരിച്ചു അങ്ങനെ. അപ്പോൾ എന്തായാലും വെറുതെ സംസാരിച്ച് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ സ്കോർ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും അഞ്ച് സിനിമ വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ആദ്യം അപ്പം ഇവിടെ നിന്ന് തുടങ്ങാം. ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾക്കും കണ്ടുപിടിക്കാനുള്ള അവസരമുണ്ട്. അയച്ചൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. എന്നാലും ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. നടക്കെ ടൈമിങ് അയച്ചു തന്നിട്ടുണ്ട്. 10 സെക്കൻഡ് കൂടുതൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തോളേണ്ടി വരും, കോപ്പിറൈറ്റ് വരും. അപ്പോൾ മൂവി നമ്പർ 1. ഗൈസ്, നിങ്ങൾക്ക് കിട്ടിയോ? പറയേണ്ടത് പറ. ഇത് മറ്റേ ശ്രീനിവാസൻ മറ്റേ ഡ്രൈവിംഗ് പഠിക്കുന്ന അവിടെ അല്ലേ, പോളിടെക്നിക്. കണ്ടുപിടിച്ച് വടക്ക് നോക്കി എന്താ മോഹൻലാലിന്റെ അവിടെ എന്തായാലും ആണ്. ഞാൻ ഈ ഗെയിമിൽ ഇച്ചിരി വീക്കാ പോയത്. എനിക്ക് ഈ സിനിമ പേരൊന്നും അങ്ങനെ ഓർത്തിരിക്കാറില്ല. ഞാൻ ഇത് ഡെയിലി കളിക്കലാണല്ലോ. നമുക്ക് ടൈമർ വേണേ വെക്കട്ടോ. ടൈമർ ഒന്നും വേണ്ട, അല്ലെങ്കിൽ മോഹൻലാലിന്റെ അവിടെ സിനിമയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഓക്കെ, ഒരു 1/2 പോയിന്റ് കിട്ടും. സിനിമ ഐഡന്റിഫൈ ചെയ്ത മീൻസ് അതിലേതെങ്കിലും സീന് അങ്ങനെ ഓർമ്മയുണ്ട്, അതിലൊരു 1/2 പോയിന്റ് തരുന്നതായിരിക്കും. ഇത് മോഹൻലാലും മുകേഷുള്ള പടമാണോ? മറ്റേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഫോൺ വിളിക്കുന്നത്, മോഹൻലാൽ മറ്റേ കസേരയിൽ ഒട്ടി പോകുന്ന സിനിമ അതല്ലേ? സിനിമയുടെ പേരെന്താ? അതല്ലേ? ആ മ്യൂസിക് ഒന്നും കൂടെ പ്ലേ ഒരു ചാൻസ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ആ കിട്ടി, ഈ പടം എനിക്ക് കിട്ടി. ഇത് മറ്റേ മോഹൻലാലും മുകേഷും കൂടെ മറ്റേ കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് കൺഫ്യൂഷൻ ആവുന്ന, ആരെ എവിടെ ഒളിപ്പിക്കണോന്ന് കൺഫ്യൂഷൻ ആവുന്ന ആ സിനിമയല്ലേ? അപ്പൊ എനിക്ക് 1/2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1/2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം പറ സിനിമയുടെ പേര്. സിനിമയുടെ പേര് ബോയിങ് ബോയിങ്. ശരിക്കും ടൈമറൊക്കെ വെക്കണ്ടാണ്, കുറച്ചധികം നേരമായി. നമുക്ക് അടുത്ത ലെവല് മാറ്റുമ്പോ നമുക്ക് ടൈമറൊക്കെ വെക്കാം. ഓക്കെ, ഇനി എന്റേത്. അപ്പൊ എനിക്കൊരു പോയിന്റ്. ശരിയാണ്, സിനിമയുടെ പേര് കണ്ടുപിടിച്ചു ഞാൻ. അപ്പൊ അങ്ങനെ എനിക്കൊരു പോയിന്റ്. അക്മൽ 1, ഫാത്തിമ 0. അങ്ങനെ കഴിഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചു പറയൂല. എനിക്ക് സിമ്പിൾ ആയിരുന്നേ ആദ്യം. ഇതൊക്കെ ഇയാൾക്ക് സിമ്പിൾ ആയിരുന്നു, ഒരു വാശിയായിട്ടൊന്നും എടുക്കണ്ട. ഇത് ഈസി സാധനം. പട്ടണപ്രവേശമാണോ? ഇങ്ങനെയാണെങ്കിൽ കളിക്കാനില്ല. ആണോ? പിന്നല്ലാതെ ആണ്. ഈ കളിക്കാനില്ല. ഇപ്പൊക്കെ എല്ലാ സിനിമയുടെ പേരും കാണാപ്പാടമാണ്. ഓക്കെ, ഇനി അടുത്ത ഇയാളത്. പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു എന്റർടൈൻമെന്റ് ഇല്ല. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഞാൻ പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി അറിയാത്ത പോലെ അഭിനയിച്ചതാ. അപ്പോൾ സിനിമ നമ്പർ 2 നമുക്ക് പറയാൻ പറ്റുമോ നോക്കാം. മോഹൻലാലിന്റെ ഡയലോഗൊക്കെ കേട്ട് ഗൈസ്, ഒരു മിനിറ്റ്, പുറത്താരോ ബൈക്കിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ പോയി ഒന്ന് ജനലടച്ചിട്ട് വരട്ടെ. ഇനി അപ്പം ഇതാണ് ഞാൻ പ്ലേ ആക്കാം. ഓക്കെ, എനിക്ക് എല്ലാരും ചോദ്യം ചെയ്യണം. ഉങ്ങളെ സസ്പെൻഡ് പണ്ണണം.
ശ്രീനിവാസന്റെ വല്ല പടമാണോ? ഇത് ഡയലോഗ് അതിനെ കൊണ്ട് എന്താ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ഒരു 2 സെക്കൻഡ് കൂടെ പ്ലേ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. യെസ്, സിമ്പിൾ ആയിട്ട് കൊടുത്താട്ടോ ഞാന്. അക്കരെ അക്കരെ അക്കരെ. അതെ, താങ്ക് യു. ഇതേപോലെ എനിക്ക് സിമ്പിൾ ആക്കണം. പിന്നെ ഇത് പ്ലേ ആക്കുന്നതിന് മുന്നേ തന്നെ സിനിമാ പേര് പറയുന്നവർക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് സിമ്പിൾ ആക്കാനാ? ചിലതൊന്നും നിങ്ങക്ക് കിട്ടിയെന്ന് വരൂലോ. അത് ചിലതല്ലേ. അപ്പൊ ഇപ്പം എനിക്ക് 2, ഇവൾക്ക് 1. ഓക്കെ, ഇനി എന്റെ ഓക്കെ. നെക്സ്റ്റ് പടം ഒക്കെ വരുമ്പോ ഇതൊക്കെ ഈസി പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ വരെ പറയാൻ പറ്റുന്ന. ഒന്നാമത് സിനിമാ പേരും കൂടി കാണുമ്പോ നമുക്ക് തോന്നുമോ ഇതൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ്. നോക്കിക്കോ. ആ പറ. ഇത് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ഈസിയാണ് എടുത്തത്, പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ച് ടഫായിട്ട് വരുന്നതായിരിക്കും. ഇതോ സിമ്പിൾ ആയിട്ട് കൊടുത്താ ടഫ് ആക്ക. അപ്പൊ അല്ല, ഇതെല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ CID മൂസ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എത്ര സമയം എടുത്ത് ഒരു പടം കണ്ടുപിടിക്കുന്നത്. അയ്യാക്ക് ഡയലോഗ് വന്നതിനെ കൊണ്ടാ. ഡയലോഗ് വരികയാണെങ്കിൽ ഞാനും. അപ്പൊ ഇപ്പൊ 2-2 ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്റെ ടേൺ ആണ്. മൂന്നാമത്തെ സിനിമയാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഇയാൾക്ക് ഡയലോഗ് കൂടുതൽ. ഇതും ഇപ്പൊ സിനിമ നമ്പർ 3 പ്ലേ ആവുന്നുണ്ടോ ഗൈസ്? ഇത് എനിക്കല്ല, ഇതിപ്പോ തിരിച്ച് സത്യം പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഞങ്ങള് എടുത്ത്. ഫോണ് അക്മൽ അത് തുറന്നു നോക്കി. അതെ, അതുകൊണ്ട് നമ്മള് സ്വാപ്പ് ചെയ്ത്. അതെ, ഇതും സിമ്പിൾ ആണ്, ഡയലോഗ് ആണ്, പക്ഷെ സിമ്പിൾ ആണ്. അല്ല, എനിക്ക് സിനിമ കിട്ടി. സിനിമയുടെ പേര് അയ്യോ, സിനിമ ഏതാന്ന് മനസ്സിലായില്ലേ? സിനിമ മനസ്സിലായി. ഏതാ? ദിലീപിന്റെ പടം. സോണിയ ഒന്നോട്ടെ. പഞ്ചാബി ഹൗസ്. ഇവന്റെ അടുത്ത് പറയണം അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ടഫ് ഗെയിമൊക്കെ. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ഞാൻ ഇതുകൂടി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഈ ഗ്യാപ്പില് കാത്തിരിക്കുന്നൊക്കെ തിന്നാനൊക്കെ എന്തെങ്കിലും വെക്കണം അല്ലേ അടുത്ത തവണ? കേട്ടോ. പറ ഒന്നും കൂടെ കേപ്പിക്ക്. ഇത് എനിക്ക് ടഫ് വന്നാട്ടോ. അല്ല, ഇത് ഞാൻ പ്ലേ ചെയ്ത സ്ഥലം മാറിപ്പോയതാ. സൂപ്പർ. പക്ഷെ ഇത് ഈസിയാ. സിമ്പിൾ വെട്ടം. ഇനിയിപ്പോ അടുത്ത ഇത് ഭയങ്കര ഈസി ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ തീർക്കാനുള്ള പരിപാടി. അപ്പൊ നാലാമത്തെ അടുത്താണ് നമ്മൾ കറക്റ്റ് ടൈം റെക്കോർഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മിസ്റ്റേക്ക് എന്തായാലും ഇത് ഞാൻ പ്ലേ ആക്കാം. ഇത് സിമ്പിൾ ആക്കുമല്ലേ? മനസ്സിലായില്ലേ? മ്യൂസിക് മനസ്സിലായില്ലേ? അതുവരെ കറക്റ്റ് ആക്കുവരെ. ജഗദീഷ് ഇത് കുറച്ച് ഭയങ്കര സിമ്പിൾ ആയിപ്പോയി. നമുക്ക് കുറച്ചും കൂടി ഒരു ആലോചിച്ച് പറയാനുള്ളതൊക്കെ വേണം. പഠിച്ചോണ്ടി അടുത്ത് ഞാൻ പറയാം. സിമ്പിൾ ആണോ അക്മലെ? അതൊക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി. ഇഷ്ടം അല്ല. ഇഷ്ടമല്ല? തെറ്റിയാലും കാരണം ഇത് കോളേജ് സീൻ അല്ലേ? ഇത് കോളേജ് അല്ല, സ്കൂളാ. ഇത് ഇച്ചിരി ടഫ് പോർഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
പക്ഷെ ഈസി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി പടം. അടക്കെ ഒന്നും കൂടി സ്കൂളാണ്. ഇതിലൊരു ഡയലോഗ് കേട്ടാൽ പോലും സിനിമ പറയാം. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി തിളക്കം. കാരണം എനിക്ക് മനസ്സിലായോ കൊറേ ഒച്ചയും വെള്ളം ഉണ്ടായപ്പോ 2-3 മാറിയില്ലെങ്കിലോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവി ഇതിലാണ് നമ്മള് ഇതിപ്പോ ഇതുവരെ ഇവളാണ് ജയിച്ചു നിൽക്കുന്നത്. നമ്മള് സമയപരിധി വെച്ചിരുന്നെങ്കിൽ ഞാനാണ് ഇതുവരെ. എന്തായാലും നമുക്ക് നോക്കാം. അച്ഛനും കൂടെ ഇത് ഫേമസ് ആണ്, മനസ്സിലായോ? അതെ അത് മതി സിനിമ കണ്ടുപിടിക്കാൻ. അയ്യോ, ഇതിനകത്ത് കൊച്ചിൻ ഹനീഫ ഗുണ്ടേട്ടാണോ? അതെ, കൊച്ചിൻ ഹനീഫിന്റെ സൗണ്ട് കേട്ടില്ലേ ഇയാള്? മുകേഷും കൊച്ചിൻ ഹനീഫയും ഇച്ചിരി കൂടെ പ്ലേ. ഇത് ഇച്ചിരി സിനിമ മൊത്തം പ്ലേ ചെയ്യല്ലോ. ഞാൻ ഈ കളിയിൽ ശ്രമിക്കാം. കുറച്ചും കൂടി വേണമെങ്കിൽ പ്ലേ ചെയ്താൽ കിട്ടും. ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞില്ലെങ്കിലൊക്കെ ഞാൻ വട്ടപൂജ്യം തരും. 2 മാർക്ക് ഒറ്റടിക്ക് കുറയ്ക്കും ഞാൻ. സിനിമ കിട്ടി. മാനാർമത്ത സ്പീക്കിംഗ്. എന്തെങ്കിലും ടെൻഷനായിപ്പോയി ഞാൻ. ഓക്കെ, അങ്ങനെ എൻ്റെ 5 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് പടം. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടഫ് കൊടുക്കാം. 5 പറഞ്ഞേ ഉള്ളൂ, പക്ഷെ ഒരു ടൈപ്പ് സെറ്റപ്പിൽ പറഞ്ഞേ ഉള്ളൂ. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ടഫ് ഗെയിമായിട്ട് വരുന്നതായിരിക്കും. അതെ, ടഫ് ആവുമ്പോ കുറച്ച് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്വന്തം ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ ടഫ് ഏതായാലും പടം. ഇത് പറഞ്ഞു, ഇത് ലാസ്റ്റ് പടമാണ്. അല്ല, ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാസ്റ്റ് മൂവിയാണിത്. എനിക്ക് അടക്കടക്കെ പറക്കും തെളിക. ഇതെന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ആരാണ് വിന്നർ എന്ന് പറയുന്ന ഈ അക്മലിനെ ഒന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു എന്തായാലും നമ്മൾ ഈ ഗെയിം വിചാരിച്ചതിനെക്കാട്ടി ഈസി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ടഫ് മൂവി ലാസ്റ്റ് ആയിട്ട്. ഓക്കെ, ഞാൻ സിനിമ എടുത്തിട്ടുണ്ട്. അക്മൽ കണ്ടുവെച്ചിട്ടുണ്ട്, ഞാൻ കണ്ടുവെച്ചില്ല. ഓക്കെ, അക്മൽ പറ. ഇത് ലാസ്റ്റ് ആണ്, എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഹലോ, ഫേമസ് പടം. ജഗദീന്റെ ഒച്ച ഞാൻ കേട്ട്. ആള് മന്ത്രവാദിയാണോ? നന്ദനാണോ? അല്ല. ഒന്നോട് പ്ലേ ഒക്കെ. ഇത്ര പറ്റുന്നുള്ളൂ. മന്ത്രവാദിയാണ് ആര്? ജഗതി. അല്ല, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്തായാലും മന്ത്രവാദം ചെയ്യുന്ന ജഗതി അല്ല. ഈസി. ഓക്കെ, എനിക്ക് കുഞ്ചാക്ക ബോബനാണോ അതിൽ നായകൻ? അല്ല, പക്ഷെ കുഞ്ചാക്ക ബോബൻ ഉണ്ട്. കുഞ്ചാക്ക ബോബൻ ഉണ്ട്. ആരാ നായകൻ എന്ന് പറയോ? ഒരു 2 സെക്കൻഡ് കൂടെ പ്ലേ ചെയ്യാം. എനിക്ക് മനസ്സിലായി. ഇത്ര ഉള്ളു, ഇനി ഒന്നും പറഞ്ഞു തരത്തില്ല. മനസ്സിലായെന്ന് പറഞ്ഞു. ഇയാളെന്തിനാ ഈ അത് ജനാർദ്ദനോടാണോ പറയുന്നത്? ശൂലവും കുത്തിപ്പോന്ന് പറയുന്നത്. അപ്പൊ തോൽവി സമ്മതിച്ച്. ഇല്ല, എനിക്ക് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാ ഞാൻ 2 സെക്കൻഡ് കൂടെ പ്ലേ ചെയ്യാം. ഇതും കൂടെ കഴിഞ്ഞാൽ പറഞ്ഞില്ലെങ്കിൽ തോൽവി സമ്മതിക്കണം. ഇനിയില്ലേ, കുഞ്ചാക്കോബൻ ഉണ്ടോ ഇതില്? ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ദിലീപ് ആണോ ഇതിൽ നായകൻ? ഉദയപുരം സുൽത്താനാണോ? ലാസ്റ്റ് പറഞ്ഞു സമ്മതിച്ചു. ഞാന് കുറച്ച് സിമ്പിൾ സാധനമാണല്ലോ തരുന്നത്.
അത് അവർ കമന്റ് ചെയ്തു. ആ ഇതിന്റെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി 2000 കോപ്പി അടിച്ചു. രാഘവൻ നായരുടെ മകനും തളത്തിൽ ചന്ദനായരുടെ മരുമകൻ എന്തോ തെറ്റെഴുതൂല്ലേ ഇപ്പം? ആ തെറ്റ് തിരുത്തുക അവൻ. ചന്തു നായറിന് വരെ ചന്ത നായരെന്ന് എഴുതി വെച്ചല്ലേ? അതെ. നിക്ക് എനിക്ക് ശ്രീനിവാസന്റെ സിനിമയെന്ന് മനസ്സിലായി. ആ ശ്രീനിവാസൻ വെച്ചേട്ടോ മനസ്സിലായി. സ്വാഭാവികം. എന്നാലും അത് മനസ്സിലായില്ലേ? നായിക ഇച്ചിരി പിള്ളേക്ക് ഞാൻ നേരത്തെ കുറെ പിള്ളേക്ക്. എന്റെ അമ്മാവന്റെ പേര് ചന്തു നായർന്നല്ലടോ. ചന്ത നായരോ? അല്ല സാറ് തന്നെയല്ലേ പ്രൂഫ് നോക്കി തന്നത്? കുറച്ച് പഴയ പടമുള്ളത്. ഇയാൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, ഇവൻ പ്രസ്സിലാണ് ജോലി ചെയ്യുന്നത്. ആ മനസ്സിലായി. ഇവൻ പിന്നെ സ്കൂൾ മാഷാണോ? അല്ല, പ്രസ്സില് ജോലി ചെയ്യാന്ന്. ശരിയാണല്ലോ. പാർട്ടിക്കാരൻ വല്ലോണോ? ആ എന്നിട്ട് എല്ലാ ശ്രീനിവാസൻ അഭിനയിച്ച എല്ലാ ജോണറും പറ. അയ്യോ അയ്യോ, നായികയും കൂടി പറ, കാരണം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാക്കുന്നതിൽ. നായികയും കൂടെ പറഞ്ഞ ഞാൻ കണ്ടുപിടിക്കും. പാർവതി. ഏത് പാർവതി? അമ്പിക്കുട്ടി. ഇവൻ സംശയരോഗി. ഏതാ പടം? അയ്യോ അയ്യോ, പടം മനസ്സിലായി. പടത്തിന്റെ പേര് ഒരു ഡയറക്ഷൻ ആണ് പറയുന്നത്. വടക്ക് നോക്കി യന്ത്രം. ഇത്രയും അര മാർക്കേ തരുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിന്നർ ഫാത്തിമ. അതെ, എന്താ സ്വന്തം കൈ വെച്ച് ഞാനാണ്. അപ്പം പക്ഷെ സിനിമ ഭയങ്കര ഈസി ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ. അതുകൊണ്ട് ഒരു ചലഞ്ച് ഇല്ലാത്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ടഫ് ചലഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത തവണ നമ്മള് മ്യൂസിക്, ഇത് കൂടുതലും ഡയലോഗ് ആയിരുന്നു. ഡയലോഗ് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ. പക്ഷെ മ്യൂസിക് മാത്രം സിനിമാ പാട്ടല്ല, അല്ലാതെ തന്നെ ഇടയ്ക്കുള്ള മ്യൂസിക്, അങ്ങനത്തെ മ്യൂസിക് വെച്ച് നമുക്ക് കുറച്ചും കൂടെ ടഫ് ആക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു പുതിയ ചലഞ്ച് ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ബൈ പറഞ്ഞു തീർത്ത്. ബൈ. ഓക്കെ, ബൈ.